السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന മിമ്പറിൽ നിന്നുള്ള വസിയത്ത് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം യുവാക്കളുടെ വിവാഹം വളരെ പ്രാധാന്യത്തോടെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങളും ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും പങ്കുവെക്കലിലും അധിഷ്ഠിതമായിരിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തലിലും കാർക്കശ്യത്തിലും ആയിരിക്കരുത് വിവാഹ ജീവിതം എന്നാണ്. അതിന് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലാദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിവാഹത്തിന് നമ്മൾ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് പൊരുത്തപ്പെട്ട ഇണയാകുമ്പോഴാണ് വിവാഹ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആദർശത്തിലും മനപ്പൊരുത്തത്തിലും മതനിഷ്ഠയിലുമൊക്കെ പരസ്പരം യോജിക്കുന്ന ഇണകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സാധാരണ വിവാഹം കഴിക്കുമ്പോൾ ആളുകൾ പരിഗണിക്കുന്ന 4 ഘടകങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറയുകയുണ്ടായി. ഒന്ന്, ധനം ആണ് പരിഗണിക്കപ്പെടുന്നത്. മറ്റൊന്ന് തറവാടാണ്. മറ്റൊന്ന് ഭംഗിയാണ്. മറ്റൊന്ന് മതമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫളുഫർ ബിദാത്തിദ്ദീൻ തരിബത്ത് യദാക്. നീ തിരഞ്ഞെടുക്കേണ്ടത് നിൻ്റെ ആശയത്തിനും നിൻ്റെ ആദർശത്തിനും യോജിക്കുന്ന, മനപ്പൊരുത്തമുള്ള, മതബോധമുള്ള, നല്ല സ്വഭാവമുള്ള ഒരു ഇണയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. തരിബത്ത് യദാക്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സമ്പത്തിന് ചിലപ്പം പ്രാമുഖ്യം നൽകാൻ സാധിക്കില്ല. അത്തരം സന്ദർഭത്തിൽ അല്പം നീ കഷ്ടപ്പെടേണ്ടി വന്നാലും, നിൻ്റെ കൈകളിൽ മണ്ണ് പുരളേണ്ടി വന്നാലും
എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധം തുടക്കം കുറിക്കുമ്പോൾ ദീനും സ്വഭാവവുമാണ് നീ പരിഗണിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 26-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇത്തരം ബന്ധങ്ങളാണ് പരസ്പരം യോജിക്കുന്നതും ആ ബന്ധങ്ങളാണ് നിലനിൽക്കുന്നതുമായ ബന്ധങ്ങൾ. വത്വയ്യിബാതു ലിത്വയ്യിബീൻ വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. വത്വയ്യിബാതു നല്ലവരായ ഭയഭക്തിയുള്ള പടച്ചവനെ പേടിക്കുന്ന സ്ത്രീകൾ, ലിത്വയ്യിബീന നല്ലതായ പുരുഷന്മാർക്കാണ്, സ്വാലിഹായ പുരുഷന്മാർക്കാണ് യോജിക്കുക. വത്വയ്യിബൂന നല്ല പുരുഷന്മാർ, അള്ളാഹിനെ പേടിക്കുന്ന ഭയഭക്തിയുള്ള പുരുഷന്മാർക്ക് യോജിക്കുന്ന ഇണകൾ ആരാണ്? ലിത്വയ്യിബാത്തി അതേമാതിരി അള്ളാഹുവിനോട് ഭയഭക്തിയുള്ള നല്ലതായ സ്ത്രീകൾക്കാണ് അവർ യോജിക്കുക. അങ്ങനെ നല്ലതും തമ്മിൽ യോജിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു ഇണയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിലൂടെ അവർ ഒരുമിച്ച് ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത ഒരു ആത്മബന്ധം അവർക്കിടയിൽ ഉടലെടുക്കുകയാണ്. പരസ്പരം ഇഴകിച്ചേർന്നുള്ള ജീവിതം ആണ് അവർ പരസ്പരം തമ്മിൽ ഇഴകിച്ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതമാണത്. പരിശുദ്ധ ഖുർആൻ ആ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കുറേ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ്റെ പദപ്രയോഗങ്ങളൊക്കെ തന്നെ അത് സ്വദേശപരവും സാന്ദർഭികമായിരിക്കും എന്നാണ്. ഖുർആനിലൊരു പദപ്രയോഗം 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 21-ാം വചനമാണ്. വകൈഫ തഖുദൂനഹു വഖദ് അഫ്ളാ ബഅളുകും ഇലാ ബഅൾ. സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തെക്കുറിച്ച്, ദമ്പതികളുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഈ 21-ാം വചനത്തിൽ, നിസായിലെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നത്, വഖദ് അഫ്ളാ ബഅളുകും ഇലാ ബഅൾ, നിങ്ങൾ ചിലരുമായി ഇഴകിച്ചേർന്നിരിക്കുന്നു, പരസ്പരം ആത്മബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ വേർപിരിയുമ്പോൾ എങ്ങനെയാണ് മഹർ തിരിച്ചു വാങ്ങുക എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ മുന്തിരിവള്ളികൾ പരസ്പരം കൂടിപ്പിണഞ്ഞ് നിൽക്കുന്ന മാതിരി, അതേമാതിരി പരസ്പരം കൂടിക്കഴിഞ്ഞ് ആത്മബന്ധങ്ങൾ സ്ഥാപിച്ച് രഹസ്യങ്ങൾ പങ്കുവച്ച് ജീവിച്ചവരാണ് നിങ്ങൾ. പിന്നെ അങ്ങനെയുള്ള നിങ്ങൾ ഏതോ ഘട്ടത്തിൽ പിരിയേണ്ടി വന്നാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരിൽ നിന്നും മഹർ തിരിച്ചു വാങ്ങുക എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. വഖദ് അഫ്ളാ ബഅളുകും ഇലാ ബഅൾ. അതേപോലെ തന്നെ ഖുർആനിലെ സൗജ് എന്ന് പറഞ്ഞാൽ ഇണ, കപ്പിൾ എന്നുള്ള പദപ്രയോഗം വളരെ അർത്ഥവത്താണ്. ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെയാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. വഅന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ. ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇണകൾ എന്നുള്ളതാണ്. സിവാജ് എന്ന് പറയുമ്പോൾ ആ ഇണയാകുന്ന ചടങ്ങിനാണ് വിവാഹമെന്ന് നമ്മൾ പറയുന്നത്. പരസ്പരം ലയിച്ച് ഇവർ രണ്ടുപേരും പരസ്പരം ലയിച്ച് ഒന്നായിത്തീരുകയാണ്. ഞാൻ, നീ എന്നുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കി നമ്മൾ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഈ വിവാഹിതരാകുന്ന യുവാക്കൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ. അവരുടെ വിവാഹ ജീവിതത്തിലെ പെരുമാറ്റത്തെക്കുറിച്ച് 2-ാം അധ്യായം 187-ാമത്തെ വചനത്തിലൊരു പദപ്രയോഗമുണ്ട്. അതെന്താണ്? ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെ വസ്ത്രമാണ്. ആ വൈവാഹിക ബന്ധത്തെ വസ്ത്രത്തോടാണ് ഇവിടെ ഖുർആനിൽ ഉപമിക്കുന്നത്. വസ്ത്രമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യന് നല്ല വസ്ത്രം ധരിക്കുമ്പോൾ അവൻ്റെ സ്റ്റാൻഡേർഡ് ഉയരുകയാണ്, അവൻ്റെ നിലവാരം ഉയരുകയാണ്. അവൻ്റെ വസ്ത്രം ആ നിലവാരത്തിനനുസരിച്ചുള്ള വസ്ത്രമായിരിക്കും അവൻ ധരിക്കുക. അപ്പോൾ ഒരു മനുഷ്യനെ മോടിയുള്ളതും അഴകാർന്നതുമാക്കുന്നത് അവൻ്റെ വസ്ത്രമാണ്. മറ്റൊന്ന്, വസ്ത്രം ചെയ്യുന്നത് മനുഷ്യൻ്റെ ന്യൂനതകളും കുറവുകളും മറച്ചു വെക്കുക എന്നുള്ളതാണ്. അതേ പ്രകാരം തന്നെയാണ് വൈവാഹിക ജീവിതം. പരസ്പരമുള്ള കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കണം. ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും കുറ്റങ്ങളും കുറവുകളും പരസ്യമാക്കാതെ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, പരസ്പരം അന്യോന്യം അഴകും മോടിയും വർദ്ധിപ്പിക്കുന്ന ജീവിതമാണ് കാഴ്ചവെക്കേണ്ടത് എന്നുള്ള ലിബാസ് എന്ന പദപ്രയോഗമാണ് 3-മതായിട്ട് ഖുർആൻ പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെ 4-മതായിട്ട്
ശാന്തവും സമാധാനപരവുമായിരിക്കണം ദാമ്പത്യ ജീവിതം എന്ന് 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മനുഷ്യരിൽ നിന്നുള്ള ഇണകളെ അവൻ സൃഷ്ടിച്ചു. ആണും പെണ്ണുമാകുന്ന ഇണകൾ. മനുഷ്യരിൽ നിന്നാണ് ഇണകളെ സ്വീകരിക്കേണ്ടത്. മനുഷ്യനല്ലാത്ത വർഗങ്ങളിൽ നിന്നും ഇണകളെ സ്വീകരിക്കരുത് എന്നുള്ള ഒരു വായനയും കൂടി ഇതിൻ്റെ ഇടയിൽ നമ്മൾ നടത്തണം. എന്തിനാണ് വിവാഹം? ലിതസ്കുനു ഇലൈഹ, നിനക്ക് അവരുമായി കൂടിച്ചേർന്ന് ശാന്തമായ സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയെന്നാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽപ്പെട്ട് അതുപോലെ തന്നെ ജോലിസ്ഥലത്തെ ടെൻഷനുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഭർത്താവിന് വീട്ടിലേക്കെത്തുമ്പം ശാന്തവും സമാധാനവും നൽകുന്ന ഒരു ഭാര്യ എന്നാണ്. ഭാര്യയ്ക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നൊരു ഭർത്താവ്. അങ്ങനെ സെക്കൻഡ് ശാന്തി സമാധാനമെന്നാണ്. വിവാഹ ജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ യുവമിഥുനങ്ങൾ നമുക്കറിയാം, അവർ ശാന്തമായ ഇടങ്ങളിലേക്ക് യാത്ര പോകാറുണ്ട് അല്ലേ? പൂന്തോട്ടങ്ങൾ, മലമുകളിലൊക്കെയുള്ള ശാന്തമായ ഒരു അന്തരീക്ഷം, അവർ തമ്മിലൊരു ശാന്തതയിൽ ഒത്തുചേരുന്ന ഒരവസ്ഥ, അത് എല്ലാവരും കൊതിക്കുന്നതാണ്. 5-ാമതായിട്ട് ഖുർആൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ച് സൂറത്തുർ റൂമിലെ തന്നെ 21-ാമത്തെ വചനത്തിൻ്റെ ബാക്കി ഭാഗമാണ്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലാഹു നിങ്ങൾക്കിടയിൽ ഇതാ മവദ്ദത്ത്, സ്നേഹമുണ്ടാക്കിയിരിക്കുന്നു, ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു, വറഹ്മൻ, കാരുണ്യവും ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. വിവാഹം കഴിക്കുന്നതോടുകൂടി ദമ്പതികൾക്കിടയിലുണ്ടാകുന്ന പ്രണയത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചുമാണ് മവദ്ദത്ത് എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഉടലെടുക്കുന്ന കരുണയാണ്, കാരുണ്യമാണ്. വാർദ്ധക്യമായാലും പ്രായാധിക്യമായാലും നിലനിൽക്കുന്ന കരുണ എന്നുള്ള വികാരം അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ്. ഈ രണ്ട് വികാരങ്ങളും ഭാര്യാഭർത്തൃബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അനിവാര്യമാണ്. ഈ രണ്ട് ബന്ധങ്ങളാണ് സ്ത്രീ പുരുഷന്മാരെയും ഭാര്യാഭർത്താക്കന്മാരെയും നിലനിർത്തുന്നത്. ലൈംഗികതയുടെ കാലഘട്ടം കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയാലും നിലനിൽക്കുന്ന കാരുണ്യം, റഹ്മത്ത്, ഇത് ഉണ്ടാവണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് രണ്ടും ഉണ്ടാവണം. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാമ്പത്തിക ബന്ധത്തിനും ലൈംഗിക ബന്ധത്തിനും അവസാനമില്ല എന്നാണ്. മരണം വരെയും അള്ളാഹു അനുഗ്രഹിച്ചാൽ പരലോകത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ അവർ രണ്ടുപേരും തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധവും അതേപോലെ തന്നെ ദാമ്പത്യ ബന്ധവും എന്നാണ്. ഇപ്പോൾ മക്കളൊക്കെ വിവാഹിതരായാൽ പിന്നെ ഭാര്യാഭർത്താക്കന്മാർ ചില ആൾക്കാർ പറയും ഈ ദാമ്പത്യ ബന്ധം അത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധം തുടരുന്നത് മോശമാണ് എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ ഇസ്ലാം അത് തെറ്റായിട്ടാണ് കാണുന്നത്. മരണം വരെയും തുറന്നു കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് ദാമ്പത്യ ബന്ധം എന്നുള്ളത്, ലൈംഗിക ബന്ധം എന്നുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും ഭാര്യയുമായുള്ള ആ ശാരീരിക ബന്ധം പ്രവാചകൻ ഒഴിവാക്കിയില്ല. ആ ബന്ധത്തിൻ്റെ ഊഷ്മളത വ്യക്തമാക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേളയിൽ ആയിഷ റളിയല്ലാഹുവിൻ്റെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത് എന്നാണ്. ദാമ്പത്യബന്ധം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായി ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറണം. അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് വൈവാഹിക ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ്. മനുഷ്യരെന്ന് പറയുമ്പോൾ വ്യത്യസ്ത സ്വഭാവവും വ്യത്യസ്ത വ്യക്തിത്വവുമുള്ള ആളുകളാണ്. അത് മനസ്സിലാക്കിയിട്ട് പെരുമാറണമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, നിനക്ക് ദേഷ്യം പിടിക്കുമ്പോഴും നിനക്ക് സന്തോഷമുണ്ടാകുന്നതും എനിക്ക് അറിയാൻ പറ്റും എന്നാണ്. അപ്പോൾ ആയിഷാബി ചോദിക്കുന്നത്, അതെങ്ങനെയാണ് നബിയെ എനിക്ക് ദേഷ്യം പിടിക്കുന്നതും സന്തോഷമുണ്ടാകുന്നതും അറിയാൻ പറ്റുന്നത്? അപ്പോൾ ആയിഷ റളിയല്ലാഹുവിനൊക്കെ ചിലപ്പം ദേഷ്യം വരുമ്പോൾ അവർ പറയുന്നത് അല്ലാഹുമ്മ റബ്ബി ഇബ്രാഹിം നബിയുടെ റബ്ബിനെയോട് ഞാനിതാ വിളിക്കുന്നു എന്ന് പറയാറുണ്ട്.
സന്തോഷത്തിൻ്റെ അവസരത്തിൽ അല്ലാഹുമ്മ റബ്ബി മുഹമ്മദ് നബിയുടെ റബ്ബിനെ ഞാനിതാ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് പ്രകടിപ്പിക്കും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ റസൂലുള്ളാഹിൻ്റെ പേര് ഒഴിവാക്കും. അങ്ങനെ പറയാം, അത് എനിക്കറിയാമെന്ന് റസൂലുള്ള പറഞ്ഞു, അത് എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ പറ്റും നിൻ്റെ സ്വഭാവത്തിലൂടെ എന്നാണ്. അപ്പോൾ റസൂലുള്ള തൻ്റെ ഭാര്യയെ മനസ്സിലാക്കിയിരുന്നു, അറിഞ്ഞിരുന്നു എന്നാണ്. കൗൺസിലിംഗ് റൂമിൽ വന്ന രണ്ട് വൃദ്ധരായ ദമ്പതികൾ അവരുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒരു കൗൺസിലിംഗ് നടത്തുന്ന അയാൾ അനുഭവം പങ്കുവെച്ച ഇത് വായിക്കാനിടയായി. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് ഈ വൃദ്ധയായ ഭാര്യ പറയുകയാണ്, ഇത്രയും കാലമായിട്ട് 75 വയസ്സായിട്ടും ഇദ്ദേഹം എന്നെ മനസ്സിലാക്കിയിട്ടില്ല, ഞാനെന്ന വ്യക്തിത്വത്തെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ വ്യക്തികൾ തമ്മിൽ പരസ്പരം മനസ്സിലാകുക, ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുക എന്നുള്ളത് വൈവാഹിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഗത്ഭനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ്? ഇദാ ഗളിബ്തു ഫറല്ലിനി വഇദാ ഗളിബ്തി റളീതുക. എനിക്കെങ്ങാനും സാന്ദർഭികമായി ദേഷ്യം വന്നാൽ നീ എന്നെ സമാധാനിപ്പിക്കണം കേട്ടോ. നിനക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ സമാധാനിപ്പിക്കും. അങ്ങനെയുള്ളൊരു പെരുമാറ്റമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഫൈദാലം തകുൻ ഹാക്കഥ മാ അസ്റാ മാ നഫ്തരിക്കു. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ബന്ധം വിച്ഛേദിക്കേണ്ടി വരും, ബന്ധം തകർന്നു പോകുമെന്നാണ്. അപ്പോൾ ഭാര്യമാരിൽ നിന്ന് വല്ല തെറ്റുകളും ഉണ്ടാവുകയാണെങ്കിൽ ആ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കണമെന്നാണ്. അറിയാതെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്തെങ്കിലും അവരിൽ നിന്ന് അനർത്ഥങ്ങൾ ഉണ്ടായാൽ അത് ക്ഷമിക്കണം, സഹിക്കണം എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ പ്രധാന ഒരു സംഭവം നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മറ്റൊരു ഭാര്യ കൊടുത്തയച്ച ഒരു ആഹാരപാത്രം, ഭക്ഷണപാത്രം, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അതിന് കൈകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയും അത് നിലത്ത് വീണി പൊട്ടി 2 കഷ്ണമായി, പ്ലേറ്റ് 2 കഷ്ണമായി പോയിന്നാണ്. പ്രവാചകൻ്റെ കൂടെയാണെങ്കിൽ പ്രവാചകൻ്റെ വീട്ടിലന്ന് നബിൻ്റെ സഹായിമാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തെ വളരെ യുക്തിപരമായി കൈകാര്യം ചെയ്തു എന്നാണ്. പ്രവാചകൻ ആ പൊട്ടിയ നിലത്ത് വീണ ഭക്ഷണമെല്ലാം അതിൻ്റെ അഴുക്കുകളെല്ലാം കളഞ്ഞ് അതൊരു പാത്രത്തിലെടുത്ത് എന്നിട്ട് സഹാബിമാർക്ക് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, കുലു ഗാറത്ത് ഉമ്മക്കും, നിങ്ങൾ ഭക്ഷിക്കുവേൻ, നിങ്ങളുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ദേഷ്യം പിടിച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു പാത്രം എടുത്തുകൊണ്ട് ആ ഭൃത്യൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ട് അത് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. വളരെ നയപരമായി ആ ഒരു അവസരം, ആ ഒരു സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനിയോഗിക്കുകയാണ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് ഊഹിച്ചാൽ മതി. അപ്പം അവരുടെ വല്ല സ്വഭാവവും നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്വഭാവങ്ങൾ അവരിലുണ്ട് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് അവരെ സഹിക്കുക, ക്ഷമിക്കുക എന്നാണ്. ആ ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഹൈലൈറ്റ് ചെയ്തിട്ട് അത് വലുതാക്കി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിവാഹബന്ധം തകർന്നു പോകും. ഫൈൻകരേതുമോഹുന്ന ഫാസാൻ തക്റഹു ഷൈഅൻ വയജ്അലല്ലാഹു ഫീ ഖൈറൻ കസീറ. അവരിൽ നിന്ന് വല്ല സ്വഭാവവും നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ വാസാൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ വെറുക്കുന്ന ആ സ്വഭാവത്തോടു കൂടി അവരെ നിങ്ങൾ വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വയജ്അലല്ലാഹു ഫീ ഖൈറൻ കസീറ, അള്ളാഹു നിങ്ങൾക്ക് വലിയ നന്മകൾ നൽകിയേക്കാം, ഖൈർ നൽകിയേക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഭാര്യമാരെ കളിയാക്കുക, ഭാര്യമാരെ പരിഹസിക്കുക, അവരുടെ കുടുംബത്തെ കൊച്ചാക്കുക എന്നുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരു ഈമാനുള്ള ഒരു ഭർത്താവിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഭാര്യമാരിൽ നിന്നുണ്ടായ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് എപ്പോഴും അവരെ പരിഹസിക്കുന്ന സ്വഭാവം ചില ഭർത്താക്കന്മാർക്കുണ്ട്, അല്ലേ? നിസ്സാരമായ തെറ്റുകൾക്ക് അത് വലുതായി കണ്ട് ഗുരുതരമായി കാണിച്ചുകൊണ്ട് അവരെ ചീത്ത പറയുക. ഇത്തരം സ്വഭാവങ്ങളെല്ലാം തന്നെ ഭർത്താക്കന്മാർ ഒഴിവാക്കിയാലേ വിവാഹ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 19-ാമത്തെ വചനത്തിൽ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ അവരോട് നിങ്ങൾ പെരുമാറണം. ആരോട്? നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറേണ്ടത് മഅറൂഫ്, നല്ല രൂപത്തിലാണ് എന്നാണ്. അപ്പോൾ നല്ലൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള പെരുമാറ്റമാണ് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളിലും ഭാര്യമാരുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കണം.
അവർ നല്ലത് ചെയ്താൽ നമ്മൾ പ്രശംസിക്കണം, അവർ ചീത്ത പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ ഉപദേശിച്ചുകൊണ്ട് അവരെ തിരുത്തണം എന്നാണ്. നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെയുള്ള വൈവാഹിക ജീവിതത്തിൽ അവർ സംതൃപ്തയും സന്തോഷവതിയുമായിരിക്കണം എന്നുള്ളതാണ്. അവർക്ക് സന്തോഷമില്ലാതെ അസംതൃപ്തയായിട്ടാണ് നമ്മുടെ വീട്ടിൽ കഴിയുന്നതെങ്കിൽ ജീവിതം താറുമാറാകും. അത് കുട്ടികളിൽ പ്രതിഫലിക്കും, മറ്റു വിഷയങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കുമെന്നാണ്. അവരെ സന്തോഷവതിയാക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. നമ്മൾ വിചാരിച്ചാൽ അവർക്ക് സന്തോഷം നൽകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മളിൽ നിന്നുള്ള സ്നേഹവും പരിഗണനയും അവർ അനുഭവിച്ച് അറിയണം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മഹാനായ സഹാബി അംറുൽ ആസ് വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, ഈ ലോകത്ത് ജനങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് ചോദിച്ചപ്പോൾ പ്രവാചകൻ തൻ്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹുവിനെ തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ പല ആളുകൾക്കും ഭാര്യമാരോട് സ്നേഹമുണ്ട്, പക്ഷേ അവിടെ അത് ആൾക്കാർ പ്രകടിപ്പിക്കൂല എന്നാണ്. മനസ്സിനുള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, ആ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രവാചകൻ പ്രകടിപ്പിച്ച മാതിരി സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. പിന്നീട് അംറുൽ ചോദിക്കുന്നുണ്ട്, പുരുഷന്മാരിൽ ആരോടാണ് പ്രവാചകരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ റസൂലുള്ള പറഞ്ഞ എന്താ, അബൂഹ, ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തുകൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് എന്ന്. അതുപോലെ തന്നെ പ്രവാചകൻ തൻ്റെ ഭാര്യയെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഓമനത്വത്തോടു കൂടി പലപ്പോഴും ആളുകൾ കേൾക്കെ വിളിക്കൽ യാ ഹുമൈറ എന്നാണ്. ഹുമൈറ എന്ന് പറഞ്ഞാൽ എന്താ, വെളുപ്പ് കളറുള്ള, അതോടൊപ്പം വെളുപ്പ് കളർന്ന ചുവപ്പ് കളർ. അപ്പോൾ വെളുപ്പും ചുവപ്പും മിക്സായ കളറുള്ളതെന്നാണ്. ആ ഒരു പേരിലാണ് പ്രവാചകൻ അവരെ വിളിച്ചിരുന്നത് എന്നാണ്. ഇപ്പം ഭാര്യമാർ നമ്മൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ അത് നമുക്കൊരിക്കലും വിലമതിക്കാൻ സാധിക്കാത്തതാണ്. അതിനൊക്കെ വിലയിട്ടാൽ എത്ര നമ്മൾ അവർക്ക് വില നൽകേണ്ടി വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാൻ വന്ന ഒരു അറാബിയുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉച്ചത്തിൽ സംസാരിക്കുന്നു, കയർക്കുന്നു എന്നൊക്കെ പറയാൻ അദ്ദേഹം വരുന്നത്. അപ്പം അദ്ദേഹം കേൾക്കുന്നത് അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ പുറത്ത് അദ്ദേഹം വന്നു നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് ഉമർ ഖത്താബിനോട് തൻ്റെ ഭാര്യ അല്പം ഉച്ചത്തിൽ ശബ്ദം കൂടിക്കൊണ്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അദ്ദേഹം തിരിച്ചു പോകുമ്പോഴാണ് ഉമർ ഖത്താബ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വന്നതാണ്, പക്ഷേ അതേ പ്രശ്നം ഇവിടുന്ന് കേട്ടത് കൊണ്ട് ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒക്കെ ഭാര്യ എന്ന് പറഞ്ഞാൽ, ഇന്നഹാ തബ്ബാഖത്തുൻ ലി തആമി ഖബ്ബാസത്തുൻ ലി ഖുബ്സി വസ്സാലത്തുൻ ലി സിയാബി, അവൾ എൻ്റെ ഭക്ഷണം പാകം ചെയ്തു തരുന്ന നേരത്തിന് ഭക്ഷണം പാകം ചെയ്തു തരുന്നത് എൻ്റെ ഭാര്യയാണ്. എനിക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ വസ്ത്രങ്ങൾ അലക്കുന്നത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ മക്കൾക്ക് മുലയൂട്ടി വളർത്തുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വാക്കുകളൊക്കെ ഞാൻ ക്ഷമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവരിൽ നിന്നുണ്ടായ ഇത്തരം പോരായ്മകൾ, എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാറില്ല, ഞാൻ ക്ഷമിക്കലാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഇങ്ങനെ തന്നെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ് സംസാരിക്കുന്നത് പറഞ്ഞപ്പോൾ, നീ അത് ക്ഷമിച്ചു കളയുക, നീ അത് ക്ഷമിക്കുക, സഹിക്കുക എന്നാണ് ഉമർ ഖത്താബ് അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നത്. അല്ലേ, നമ്മൾ ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, ഭാര്യയെ നമ്മൾ സ്നേഹിച്ചാൽ അവൾ തലയിൽ കയറുമെന്നാണ്. അങ്ങനെയുള്ള ചിന്താഗതി നമ്മൾ ഒഴിവാക്കണം. സ്നേഹിച്ചാൽ സ്നേഹം തിരിച്ചു കിട്ടുന്ന, അവർ പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന ഭാര്യമാരെ, ദമ്പതിമാർ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന വധുവിനെ നമ്മൾ പെട്ടെന്ന് എല്ലാ അധികാരങ്ങളും കൊടുത്ത് സ്നേഹിക്കരുത്, ഒരു അകലത്തിൽ നിർത്തണമെന്നാണ് ഇന്നത്തെ സമൂഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും അത് ഇസ്ലാമികമായി തെറ്റാണ് എന്നാണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ അവർക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ആൾ ചോദിച്ചു, പ്രവാചകരെ, ഒരു ഭർത്താവിൻ്റെ ഭാര്യയുള്ള കടപ്പാടെന്താണ് ചോദിച്ചപ്പോൾ, തുതിഅമുഹാ ഇദാ തൈംത, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്കും ഭക്ഷണം കൊടുക്കണം, അഥവാ നീ കഴിക്കുന്ന അതേ ഗ്രേഡിലുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം. തക്സൂഹാ ഇദാ ഇക്തസൈത,
നീ ധരിക്കുന്ന അതേ രൂപത്തിലുള്ള വസ്ത്രവും അവർക്ക് നൽകണം, അവർക്കും മക്കൾക്കും കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുക്കുന്നത് നിനക്ക് കൂലി കിട്ടുന്നത് സദക്കയാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ഇനി ഒരു ഭർത്താവ് മര്യാദയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല എങ്കിൽ ഭാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നും അവൾക്കും മക്കൾക്കും മതിയാകുന്ന ചെലവിന് എടുക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഹിന്ദ് വന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ, അബൂ സുഫിയാൻ ഒരു പിശുക്കനായ മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്കും മക്കൾക്കും മതിയാവുന്ന ചെലവിന് അദ്ദേഹം തരുന്നില്ല, അദ്ദേഹം തരുന്ന എനിക്ക് മതിയാവുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുമോ പ്രവാചകൻ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദീ മാ യക്ഫീകി വവലദകി ബിൽ മാറൂഫ്, നിനക്കും നിൻ്റെ കുട്ടികൾക്കും മാന്യമായ ചെലവിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് നിനക്ക് എടുക്കാമെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യമാണ്. അന്ത്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രവാചകൻ ഒരുപാട് ഉപദേശം നൽകിയ കൂട്ടത്തിൽ പ്രധാനമായി എടുത്തു പറഞ്ഞൊരു വിഷയമാണ് അലാ വസ്തൗസൂ ബിന്നിസായ ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം. കാരണം ഫൈന്നമാവുന്ന അവാനും നിന്ദക്കും, നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ അവലംബിച്ചുകൊണ്ട് സ്വന്തം വീടും അതിൻ്റെ പരിസരവും സ്വന്തം മാതാപിതാക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നവരാണ് അവർ. ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഫൈന്നും അഖ്തുമൂഹുന്ന ബി അമാനില്ലാഹ്, അള്ളാഹുവിൻ്റെ അമാനത്ത് പ്രകാരമാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനോട് നിങ്ങൾ നൽകിയ കരാർ പ്രകാരമാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ നൽകിയ ശക്തമായ കരാറിലൂടെയാണ് അവർ നമുക്ക് ഹലാലായത്. 4-ാം അധ്യായം നിസായിലെ 21-ാം വചനത്തിൽ അള്ളാഹ് അത് പറയുന്നുണ്ട്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, ശക്തമായ ഒരു ഉടമ്പടി, ശക്തമായ ഒരു കരാറ് അവർ നിങ്ങളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കരാറിന് ലംഘിച്ചുകൊണ്ട് ആ കരാറിന് വിരുദ്ധമായും കൊണ്ട് പ്രവർത്തിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. കരാർ ചെയ്ത് അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഏത് കരാറാണ് ശരി, അത് സുശക്തമായ കരാറാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വിവാഹ ബന്ധത്തിൻ്റെ കരാർ, അത് ലംഘിക്കരുത് എന്നാണ്. ഭാര്യമാരോട് ചില ബാധ്യതകളും കടപ്പാടുകളും നമുക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ഉണർത്തുന്നുണ്ട്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, കൃത്യമായ ഉറപ്പുള്ള ഒരു കരാറാണ് അവർ നമ്മളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അവർക്ക് ചില ബാധ്യതകളും കടപ്പാടും നമ്മളോടുണ്ട്, അത് കൃത്യമായി നമ്മൾ നിർവഹിക്കണം. ഇല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു നാളെ പരലോകത്ത് നമ്മളോട് ചോദ്യം ചെയ്യും. 2-ാം അധ്യായം ബഖറയിലെ 228-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മാറൂഫ്, അവർക്ക് കടപ്പാടുകളുണ്ട്, അവർക്ക് ബാധ്യതകളുണ്ട്, അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില കടപ്പാടുകൾ നമുക്കുണ്ട്, ആ ബാധ്യതകൾ നമുക്ക് നിർവഹിക്കണം. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മാറൂഫ്, മാന്യമായ രൂപത്തിൽ അത് നമ്മൾ നിർവഹിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭാര്യമാരോടും നമ്മുടെ മക്കളോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നത് എന്നാണ്. ഒരു നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരാളായി മനുഷ്യൻ മാറുന്നത് അവൻ്റെ ഭാര്യമാരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത കരാർ പാലിച്ചുകൊണ്ട് വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവൻ യഥാർത്ഥ നല്ല വ്യക്തിത്വമുള്ള സ്വഭാവമുള്ള ആളാവുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഖിയാറുക്കും ലിനിസാഇ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്ന ആളുകളാണ്, ഭാര്യമാരോട് നല്ല സ്വഭാവം കാഴ്ചവെക്കുന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉത്തമ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് തആല അത്തരം ഉത്തമ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമ്മളെല്ലാവരെയും മാറ്റുമാറാവട്ടെ. നമ്മുടെ ഭാര്യ മക്കളിൽ നിന്നും കൺകുളിർമ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ലൊരു സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.